ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡിവൈൻ മസ്കുലൈൻ എനർജിക്കുള്ള ചാനലിൻ്റെ മെസ്സേജാണ്. ആക്ച്വലി കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് മസ്കുലൈൻ എനർജി നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ട്. അതായത് കൂടുതൽ മസ്കുലൈൻ എനർജീസ് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എനർജറ്റിക്കലി സെൻസ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം പലരും മെസ്സേജ് ചെയ്യുന്നുണ്ട്. മെസ്സേജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഡിവൈൻ മസ്കുലൈൻ ആണ്, ഈ ജേണിയിലാണെന്ന് അറിഞ്ഞു. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങൾ ട്രാപ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ കുറേ മെസ്സേജുകൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മസ്കുലൈൻ എനർജീസ് ഞങ്ങൾക്ക് യൂണിയനൊന്നും വേണ്ട. ഈവൻ റീസെൻ്റ്ലി ലൈവിലും നമുക്ക് ഏതോ ഒരു ലൈവിൽ 2-3 ലൈവിന് മുമ്പത്തെ ലൈവിൽ ഏതോ ഒരു മസ്കുലൈൻ എനർജി ആ ഒരു വാക്ക് പറഞ്ഞിരുന്നു, എനിക്ക് യൂണിയൻ വേണ്ട, ഞാൻ സോൾമേറ്റുമായിട്ട് മാരീഡ് ആണെന്നൊക്കെ. സോ എന്തായാലും മസ്കുലൈൻ എനർജീസ് ഇവിടെ വരെ എത്തുക എന്നുള്ളത് വളരെയധികം ആ ഒരു റിയലൈസേഷനിലേക്ക്, അതായത് ഞാൻ ഈ ഒരു ജേർണിയിലാണെന്ന് അറിഞ്ഞ അവിടെ വരെ എത്തുക എന്നുള്ളത് തന്നെ അവരുടെ ജേർണികളിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റാണ്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇവർക്ക് എന്താണ് ഗൈഡ് ചെയ്യേണ്ടതെന്ന് കാരണം ഞാനൊരു ഫെമിനൈൻ എനർജി ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചെയ്യുന്ന പോലെ ഒന്നല്ല, അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് കേട്ടും കണ്ടു അറിഞ്ഞതിൽ നിന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ള ഒരു ഇത് പലപ്പോഴും ചോദിച്ചപ്പോൾ മേ ബി അതിനായിരിക്കാം ഈ ഒരു ചാനലിൻ്റെ മെസ്സേജ് എനിക്ക് നമ്മുടെ ചാനലിൽ ഇടാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം, ഇവിടെ ഈ ഒരു മെസ്സേജ് കേൾക്കുന്ന ഡിവൈൻ മസ്കുലൈൻസ്, നിങ്ങൾ ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ എഫേർട്ടിൻ്റെ കൂടെ പാരലലി നിങ്ങളുടെ ഫെമിനൈൻ എനർജിയുടെ ഇന്നർ വർക്കുമാണ് നിങ്ങൾക്ക് സ്ട്രെങ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഡിവൈനോട് താങ്ക് യു പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിപ്പം ഏത് എനർജിയിലാണെന്നല്ല, റിയലൈസേഷൻ, അതായത് ഞാൻ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് എന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് വന്നതിന് ആദ്യം ഭഗവാനോട് താങ്ക് യു പറയുക. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനോട് അത്ര ഡെഡിക്കേറ്റഡ്ലി വർക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ എനർജിയും അത്രയും ഒരു ഹയർ വൈബ്രേഷനിലേക്ക് വന്നതെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഉള്ള ചാനലിൻ്റെ മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ജേർണിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ സെൽഫ് റിയലൈസേഷൻ്റെ ജേർണിയാണ്. നമ്മളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവേണ്ട ജേർണിയാണ്. അപ്പോൾ നമ്മളിൽ കംപ്ലീറ്റ് ആവുന്നത് എങ്ങനെയാണ്? ഒരു മസ്കുലൈൻ എനർജി എന്ന് പറഞ്ഞാൽ കൂടുതലും ലോജിക്കലായിരിക്കും. അതായത് മസ്കുലൈൻ എനർജീസിനൊക്കെയും എല്ലാത്തിനും ഒരു പ്രൂഫ് വേണം അല്ലേ? നിങ്ങൾ സ്വയം പ്രൂഫ് ചോദിക്കുമ്പോഴൊക്കെയും സ്വയം ചോദിച്ചു നോക്കുക, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യത്തിന് എന്ത് പ്രൂഫാണ് നിങ്ങൾക്ക് തരാൻ പറ്റുക. അതായത് ഇത്രയും വർഷങ്ങളിലൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പ്രൂഫുണ്ടോ? ആ അനുഭവിച്ച പെയിനും ആ അനുഭവിച്ച ഫീലിങ്സും തന്നെയാണ് നിങ്ങൾക്കുള്ള പ്രൂഫ്. ഓക്കെ. രണ്ടാമത്തേത്, ഈ ഒരു ജേർണിയിൽ നമ്മൾ യൂണിയൻ വേണോ വേണ്ടയോന്ന്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഇഷ്യൂസ് എന്താ ചെയ്യുന്നത്. മസ്കുലൈൻ എനർജി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഭയങ്കരമായിട്ടൊരു കാർമിക് എഗ്രിമെൻറ്റ്സ് കാണും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ആ കാർമിക് എഗ്രിമെൻറ്റ്സിനെ ക്ലിയർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ടെൻഷനും വേണ്ട. ഇത് എൻറ്റയർലി ഡിവൈൻലി ഗൈഡഡ് കണക്ഷനാണ്. അതായത് ഭഗവാൻ ഡയറക്റ്റ് ചെയ്യുന്ന കണക്ഷനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ആവലാതി വേണ്ട. കൂടുതലായിട്ടും ഒരു സെൽഫായിട്ടുള്ള ഒരു സ്പേസിലേക്ക് വരിക, അതായത് സെൽഫ് ലവിൽ വരിക. എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എല്ലാ കാര്യങ്ങളിലും, അതായത് ഇത്ര നാളും നമ്മൾ ഓവർ ഗിവിങ് ആയിരുന്നു, ഉത്തരവാദിത്തങ്ങൾ എന്നൊക്കെ വിചാരിച്ച് അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസിലൂടെ ഒക്കെ പോയ മസ്കുലൈൻ എനർജീസ് കുറച്ചൊന്ന് റിയലൈസ് ആവുക. ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇതിൽ എനിക്ക് ഹാപ്പിനെസ് തരുന്നുണ്ടോ, തരുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ ഒരു കണ്ടീഷനെ, ഈ ഒരു സൊസൈറ്റി കണ്ടീഷനിങ്ങിനെ ഞാൻ എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻസ് സ്വയം ചോദിക്കുക, ഡിവൈനോട് ചോദിക്കുക.
മേജർലി മസ്കുലൈൻ എനർജീസിനുള്ള ഒരു പ്രശ്നം സെൽഫ് വർത്ത് ഇഷ്യൂസ് തന്നെയായിരിക്കാം. അതായത് ആ ഈഗോ ബേസ്ഡ് എനർജിയിൽ നിന്നുകൊണ്ട് ഫെമിനൈൻ എനർജിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു പ്രവണത, അതിനെ ലെറ്റ് ഗോ ചെയ്യുക. കാരണം നിങ്ങളുടെ കൗണ്ടർ പാർട്ടും നിങ്ങളും ഒരേ ആത്മാവാണ്. ആൻഡ് ഈ ഒരു യൂണിയൻ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൗണ്ടർ പാർട്ടിൻ്റെ ബെനിഫിറ്റിനേക്കാളും കൂടുതൽ യൂണിവേഴ്സിൻ്റെ ബെനിഫിറ്റിനായിട്ടാണ്. അതായത് ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൽ വന്നിട്ട് നിങ്ങൾ രണ്ട് ബോഡീസിലുള്ളവരും നിങ്ങളുടെ ആത്മാക്കളും കംപ്ലീറ്റ്നെസ്സിനെ ഫീലായിട്ട് മാത്രമേ യൂണിയൻ നടക്കുകയുള്ളൂ. പക്ഷേ ഇതിനെ ഗ്രൗണ്ട് ചെയ്യേണ്ടത് മസ്കുലൈൻ എനർജി, അതായത് ഒരു ഡിവൈൻ മസ്കുലൈൻ്റെ കർത്തവ്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനായിട്ടുള്ള സ്റ്റെപ്സ് എന്താണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കാര്യം സെൽഫ് റിയലൈസേഷൻ ആണ്. രണ്ടാമത്തേത് സെൽഫ് ലവിൽ വരിക എന്നുള്ളതാണ്. മൂന്നാമത്തേത് എൻ്റെ ഇന്നർ ഹാപ്പിനെസ്സിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഒക്കെയും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്, സ്പിരിച്വൽ തിങ്സിലേക്ക്, ഞാൻ റിലീജിയസ് കാര്യങ്ങളല്ല പറയുന്നത്, സ്പിരിച്വാലിറ്റിയിലേക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിനൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു ചാനലെന്നല്ല പല ചാനൽസിലും കിടപ്പുണ്ട്. അതൊക്കെയും നിങ്ങൾക്ക് ഫോളോ ആവാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഒക്കെയും ഉണ്ട്. അപ്പോൾ അതിലേക്ക് വരാവുന്നതാണ്. അതല്ല എങ്കിൽ കൂടുതലും കർമ്മയെ ക്ലിയർ ചെയ്യാനുള്ള ഒരു പാത്തായിരിക്കും മസ്കുലൈൻ എനർജിയുടെ ആയതുകൊണ്ട് തന്നെ ഓരോ കാർമിക് എഗ്രിമെൻറ്റ്സും കഴിഞ്ഞത് എത്രയെണ്ണം ഞാൻ അറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, അവിടെ കഴിഞ്ഞിട്ടും നമ്മളവിടെ ആ ഒരു കാര്യത്തിലേക്ക് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പം പെയിൻ തന്നുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരാം, ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആ സോളിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരാം. ഇങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ വരാവുള്ളൂ എന്ന് പ്രാർത്ഥിക്കുക. ആൻഡ് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്കുള്ള ഒരു ഫിയർ കാണും. ഐ മീൻ ഒരു സൊസൈറ്റിയിലുള്ള പേര് അല്ലെങ്കിൽ ആ ഒരു പാറ്റേണെ എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും എന്നുള്ളത്. എഗെയിൻ ഇത് ഡിവൈൻലി ഗൈഡഡ് കണക്ഷൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളെയും ഭഗവാന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തുകൊണ്ട് എപ്പോഴൊക്കെ നിങ്ങൾക്ക് ആ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് വരുമോ നിങ്ങളുടെ എനർജറ്റിക് ലെവലിൽ, നിങ്ങളുടെ ഫീലിങ്സിൽ, നിങ്ങളുടെ ഇമോഷൻസിൽ, ആ ഒരു ഇമോഷൻസിനെ ഫീൽ ആവുക. കാരണം ഒരു മസ്കുലൈൻ എനർജി എന്ന് പറയുന്നത് അവേക്കനിങ്ങിൽ വരുന്നോടം വരെ അവരുടെ ഇമോഷൻസിനെ ഫീൽ ആവാറില്ല. പ്രോബബ്ലി അവർ ലേറ്റ് നൈറ്റിൽ നിങ്ങൾ ഫീൽ ആവുന്നുണ്ടായിരിക്കാം എപ്പോഴെങ്കിലും, സ്ലീപ്ലെസ് നൈറ്റ്സ് ഒക്കെയും. പക്ഷേ അതിനെ റിലീസ് ചെയ്യുക. ഈവൻ കരയണമെന്ന് തോന്നിയാൽ പോലും ആ പേർജിങ്ങിനെ അതായിട്ട് അക്സെപ്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളെയും ലെറ്റ് ഗോ ചെയ്യുക. അതായത് നിങ്ങളുടെ ഇന്നർ ഫെമിനൈനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യേണ്ടി വരും ഇവിടെ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇമോഷൻസിനെ ഫീൽ ആവുക എന്ന് പറയുന്നത്. ഇങ്ങനെ പതിയെ പതിയെ നമ്മൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ DM ആൻഡ് DF ബാലൻസ് ആവും. മറ്റു റിലേഷൻഷിപ്സിലേക്ക് പിന്നെയും പിന്നെയും ഇവിടെ എത്തി നോക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മളത് സെൽഫിലേക്ക് ഒരു ഫോക്കസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലൊന്നും നമുക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് വരില്ല. ആൻഡ് ആ ഫിയറിനെ പതിയെ പതിയെ ഫേസ് ചെയ്യാനുള്ള ഒരു തൻ്റെടം നമ്മളിലേക്ക് വരികയും ചെയ്യും. ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എവിടേക്കാണ് ഈഗോ ഉള്ളത്. ആ ഈഗോനെ പതിയെ 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 ട്രാഷ് ചെയ്തുകൊണ്ട് വരിക, കുറച്ചുകൊണ്ട് വരിക. കാരണം ഈ ഞാനെന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു അംശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പതിയെ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്കായിട്ടുള്ള വഴി യൂണിവേഴ്സ് കാണിച്ചു തരും. കാരണം ഓൾറെഡി യൂണിവേഴ്സും നിങ്ങളുടെ സ്പിരിച്വൽ ടീം നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത് അതേപോലെ നിങ്ങളെയും ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് കണക്റ്റ് ആവേണ്ട ആവശ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് അവിടുന്ന് ഒരു ക്ലാരിറ്റിയും അവിടുന്ന് ഒരു ഗൈഡൻസും തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. ഇനി അവേക്കനിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞു, ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മൾ, അതായത് മസ്കുലൈൻ എനർജി സ്റ്റിൽ പല കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കുക അവിടെ കർമ്മ കഴിഞ്ഞതാണ്. അവിടെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ, അതായത് ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒറ്റയടിക്ക് എല്ലാം എറിഞ്ഞു കൊടുക്കും. അതായത് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ പാത്തിൽ നിങ്ങൾക്ക് അലൈൻഡ് ആവാത്ത, നിങ്ങളുടെ പാത്തിനെ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാ റിലേഷൻഷിപ്സും, എല്ലാ തരത്തിലുള്ള സോഷ്യൽ സ്റ്റാറ്റസിനെയും, എല്ലാ തരത്തിലുള്ള കണ്ടീഷനിങ്ങിനെയും അത് ഭഗവാനായിട്ട് നമ്മളിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുമ്പോൾ അത് നല്ല പെയിൻ തരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അവിടെ വരെ നമ്മൾ കാത്തിരിക്കാതെ നമ്മൾക്ക് കിട്ടുന്ന ആ ഓരോ ഉപദേശങ്ങളെ, ഭഗവാന്റെ ഉപദേശങ്ങളെ അതേപടി സ്വീകരിച്ചിട്ട് സ്വയം
റിയലൈസ് ആവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ചാനലിലായിട്ടുള്ള ഒരു മെസ്സേജ് ഉള്ളത്. ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.